നമസ്തേ. ഞാൻ ഡോക്ടർ സൂസൻ ജോസഫ്, കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ്. സിസേറിയന് ശേഷം ഒരു 3-4 ദിവസത്തിന് ശേഷം വീട്ടിലേക്ക് പോയി കഴിഞ്ഞ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് ഈ മുറിവ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാം. ഹോസ്പിറ്റലായിരിക്കുമ്പോൾ തന്നെ സാധാരണ ഒരു 1-2 ദിവസത്തിന് ശേഷം ഈ മുറിവ് നമ്മൾ നന്നായിട്ട് വെള്ളവും സോപ്പും ഒക്കെ ഉപയോഗിച്ച് കഴുകി ആ മുകളിലത്തെ ഡ്രസ്സിങ് ഒക്കെ നമ്മൾ ഓപ്പൺ ആക്കി കുറച്ച് എയറിൽ എപ്പോഴും നമ്മൾ പേഷ്യൻസിനോട് ഒരു നിഷ്കർഷിക്കാറുണ്ട്, കുറച്ച് സമയം ഒരു ആ എയറിലൊന്ന് എക്സ്പോസ്ഡ് ആകത്തൊക്കെ ഇതൊന്ന് ഓപ്പൺ ആക്കിയിടണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് നമ്മളിത് തന്നെ ഫോളോ ചെയ്യുക. പിന്നെ നമ്മൾ പറയുക, ഒരു ഹൈ വേസ്റ്റുള്ള പാൻറ്റീസ് വേണം ഉപയോഗിക്കാൻ. ആ പാൻറ്റീസിൻ്റെ എഡ്ജ് ഈ മുറിവിലേക്ക് വന്ന് മുറിവിന് പ്രശ്നമുണ്ടാവരുത്. എപ്പോഴും ഒരു ഡ്രൈ ആയിട്ട് നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് ടവൽ വെച്ച് ഡ്രൈ ആക്കാം, അല്ലെങ്കിൽ ചിലർ ഒരു ഹെയർ ഡ്രയറൊക്കെ ഉപയോഗിച്ച് ഡ്രൈ ആക്കുന്നവരുണ്ട്. അത് കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് ചിലർ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ആ ഊണ്ട് നീറ്റായിട്ട് ക്ലീനായിട്ട് വെക്കുക. പിന്നെ ചിലർക്ക് അടിവയറിങ്ങനെ ആ മുറിവിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ തുടിഞ്ഞ് കിടക്കുന്നവരുണ്ടെങ്കിൽ കുറച്ചും ആ വയറൊന്ന് പൊക്കി വെച്ച് ആ ഊണ്ട് ഇതുപോലെ തന്നെ ഡ്രൈ ആയിട്ട് കുറച്ച് എയറിന് എക്സ്പോസ്ഡ് ആയിട്ട് വെക്കുന്നത് നല്ലതായിരിക്കും. സാധാരണ ഈ മുറിവിന് റെഡ്നെസ് ഉണ്ടാകുക, വേദന കൂടുതലായിട്ട് വരിക, എന്തെങ്കിലും ഡിസ്ചാർജ് മുറിവിൽ നിന്നുണ്ടാകുക, അല്ലെങ്കിൽ പനി, പ്രത്യേകിച്ച് 100 ഡിഗ്രി ഫാരൻഹീറ്റിൽ കൂടുതലുള്ള പനി ഓപ്പറേഷന് ശേഷം എപ്പോഴെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ സമീപിക്കണം. അങ്ങനെ ഒക്കെ വുണ്ട് കെയർ ചെയ്യുക. സാധാരണഗതിയിൽ സ്റ്റിച്ച് എടുക്കേണ്ടതായിരിക്കില്ല, അബ്സോർബബിൾ ആയിട്ടുള്ള സ്റ്റിച്ചാണ് ഇടാറുള്ളത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ വുണ്ട് ഒന്ന് ചെക്ക് ചെയ്യാൻ മാത്രമാണ് ഈ 1 അല്ല 2 ആഴ്ച കഴിഞ്ഞ് നമ്മൾ ചെക്കപ്പിന് വരുമ്പോൾ ചെയ്യാറുള്ളത്. പിന്നെ ഈ മുറിവിൻ്റെ വേദന കുറയാൻ നമ്മൾ സിസേറിയന് ശേഷം തന്നെ ആദ്യത്തെ 24 മണിക്കൂർ അകം തന്നെ നമ്മൾ പേഷ്യൻസിനെ എഴുന്നേൽപ്പിച്ച് നടത്താനൊക്കെ പതുക്കെ ശ്രമിക്കുന്നത് ഈ മുറിവിൻ്റെ വേദനയും അന്നേരം കുറയും. ഈ DVT, ബ്ലഡ് ക്ലോട്ടിങ് തുടങ്ങിയ പ്രോബ്ലങ്ങൾ പേഷ്യൻസിന് ഉണ്ടാകാതിരിക്കാനും ഇത് വളരെയധികം സഹായിക്കും. ഡെലിവറി കഴിഞ്ഞ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു പ്രോബ്ലം, പ്രത്യേകിച്ച് അമ്മമാർ പേഷ്യൻസിന് വേണ്ടത്ര വെള്ളം കൊടുക്കാറില്ല, അതുപോലെ കൂടുതൽ സമയം കിടക്കാൻ നിർബന്ധിക്കുക, ഇതൊക്കെ നമ്മൾ കാണാറുണ്ട്. അവർ നന്നായിട്ട് വെള്ളം കുടിക്കുക, അത് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവാതിരിക്കാനും സഹായിക്കും. അപ്പോൾ അങ്ങനെ ആക്റ്റീവായിട്ടിരിക്കുക. പിന്നെയുള്ള സംശയം എക്സസൈസിനെ കുറിച്ചാണ്. നടക്കുന്നതൊക്കെ ഈ ആദ്യത്തെ 24 മണിക്കൂർ തന്നെ നമ്മൾ എൻകറേജ് ചെയ്യുമല്ലോ. അതിന് ശേഷം നമ്മൾ സാധാരണഗതിയിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യാം, പക്ഷേ സ്ട്രെനുവസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ ഒരു 6 ആഴ്ചത്തേക്കിന് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. മിക്കവരുടെയും സംശയം ഈ സ്റ്റെപ്പ് കയറാമോ എന്നുള്ള കാര്യങ്ങൾ. സ്റ്റെപ്സ് ആണെങ്കിലും നമ്മൾ ഒരു 6 വീക്സിലോളം കഴിഞ്ഞിട്ട് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ പ്രത്യേകിച്ച് വീഴാതെയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഒരു സ്റ്റെപ്പ് കയറേണ്ട അത്യാവശ്യം വന്ന സ്റ്റെപ്പ് കയറുന്നതിനും സാധാരണഗതിയിൽ കുഴപ്പമില്ല. നിർത്തി റിലാക്സ്ഡ് ആയിട്ട് കയറി പോകുന്നതിനും കുഴപ്പമില്ല. പിന്നെ കുനിഞ്ഞും അധികം കൂടുതൽ സ്ട്രെയിനുവസ് ജോബൊക്കെ ചെയ്താൽ ആ മുറിവിലേക്കും ആ ഒരു സ്ട്രെസ്, ആ ടെൻഷൻ ഉണ്ടാവാനും ആ ഹീലിങ്ങിനെ അത് അഫക്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. പിന്നെയുള്ളൊരു സംശയം, വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ? സാധാരണ ഒരു ജനറൽ ആയിട്ടുള്ള അഡ്വൈസ്, കുഞ്ഞിൻ്റെ വെയിറ്റിനേക്കാളും കൂടുതലുള്ള സാധനങ്ങളൊന്നും ആദ്യത്തെ 6 ആഴ്ചത്തേക്കിന് എടുക്കണ്ട എന്ന് പറയും. ഒരു 5 കിലോ ഒക്കെ നമുക്ക് കുഴപ്പമില്ല. അതിൽ കൂടുതലുള്ള വെയിറ്റ് ലിഫ്റ്റിങ് അവോയ്ഡ് ചെയ്യണം. പിന്നെ ഡ്രൈവിംഗ് എപ്പം തുടങ്ങാം എന്നുള്ളത് ചോദിക്കുന്നവരുണ്ട്. അതും ഒരു 6 വീക്സിലേക്ക് പറ്റുമെങ്കിൽ അവോയ്ഡ് ചെയ്യുക. നമുക്കൊരു എമർജൻസി ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ എപ്പോൾ പറ്റുമോ അപ്പോൾ ഡ്രൈവ് ചെയ്യാം എന്നുള്ളതാണ് ഒരു ജനറൽ ഒരു അഭിപ്രായം. എന്തൊക്കെയാണ് ബ്രസ്റ്റ് ഫീഡിങ്ങിൽ ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ ഡെലിവറിക്ക് ശേഷം ഉണ്ടാകുന്ന മൂഡ് ചേഞ്ചസ്, ബേബി ബ്ലൂസ്, അതുപോലെ ഡിപ്രഷൻ, പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഡയറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഹീൽ ചെയ്യാനായിട്ട് ജനറൽ ഹെൽത്തിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെള്ളം നന്നായിട്ട് കുടിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. യൂറിനറി ഇൻഫെക്ഷൻ വരാതെയും അതുപോലെ തന്നെ ബ്ലഡ് ക്ലോട്ടിങ് വരാതെയൊക്കെ ഈ ഹൈഡ്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സെക്സ് സാധാരണ നമ്മളൊരു മിനിമം ഒരു 6 വീക്സ് സെക്ഷുവൽ റിലേഷൻ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. അതുപ്പോൾ ഉടനെ പ്രഗ്നൻസി, സിസേറിയന് ശേഷം മിനിമം ഒരു 2 വർഷത്തെ ഒരു ഗ്യാപ്പ് അടുത്ത പ്രഗ്നൻസിക്ക് ഊണ്ടിന് നല്ലതാണ്. അപ്പോൾ അതനുസരിച്ചുള്ള ഒരു ഗർഭനിരോധന മാർഗങ്ങൾ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നന്ദി, നമസ്കാരം.